മോളെ ജെനി, ജെനി, എഴുന്നേറ്റിട്ടില്ല. ജെനി, ജെനി, മോളെ ജെനി, നീ കഥ തുറന്നേ. ജെനി, ആ വരുവാ. എത്ര നേരമായി? വരുന്നു മമ്മി. ഡോർ തുറക്ക്. ജെനി, ഹാപ്പി ബർത്ത്ഡേ ജെനി. ഹാപ്പി ബർത്ത്ഡേ ജെനി ഡാർലിംഗ്. താങ്ക് യു. വേഗം താഴോട്ട് വാ, കേക്ക് മുറിക്കണം. ആ, ഒരു 5 മിനിറ്റ്, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഓക്കെ. വേഗം വരണേ. ബിയർ കുടിക്കുമ്പോ ഒറ്റയ്ക്ക് കുടിക്കാതെ പപ്പയെ കൂടി വിളിക്കായിരുന്നില്ലേ ഒരു കമ്പനിക്ക്? അത് ചോദിച്ചാ ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കുപ്പിയെടുത്ത് മാറ്റി വെച്ചേരെ, മമ്മി കണ്ടാലേ ഞെട്ടും. ആ പാട്ടും പാടി എടാ പട്ടി തെണ്ടി തമ്മറി, നിനക്ക് പോകുമ്പോ ഈ ബിയറിന്റെ ബോട്ടിൽ എടുത്തിട്ട് പോരുന്നില്ലേ? ഹലോ, നീ എന്താടാ ബിയർ കുപ്പി കൊണ്ടുപോവാഞ്ഞേ? അയ്യോ ഞാൻ അത് മറന്നുപോയി. അതുപോട്ടെ, നിനക്ക് എന്നെ ഇന്നലെങ്കിലും എടുത്ത് കൊണ്ടുവരുന്നില്ലേ? അത് ഞാൻ എടുത്താണല്ലോ. അത് നീ എടുത്തോണ്ട് പോയത് ആരുടെയാന്ന് നോക്ക്. ഞാൻ എടുത്തു വെച്ചാടോ. ജോ, ഞാനിവിടെ പെട്ടുപോയനെ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. ആ അതെ, പപ്പയും അമ്മേനെ കേക്ക് മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ശരി, ഹാപ്പി ബർത്ത്ഡേ. നിന്റെ കുളി ദേവരൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞപ്പാ. എന്നാ ഞാൻ പറഞ്ഞോടത്ത് പോയി പൈസ മേടിച്ചോണ്ടോ? പോവാ. ഡിസ്കൗണ്ട് കിട്ടിയാപ്പാ. എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചേ. എന്നാ? അതെ, ഞങ്ങക്ക് നിങ്ങളുടെ ഇടാവോ? എന്നാ? അല്ല, നിങ്ങക്ക് ഞങ്ങളുടെ ഇടാവോ എന്നാ കേട്ടോ. ആർക്കും ആരുടെ ഇടാം. നിങ്ങൾ എന്നാ പറയുന്നേ? നീ ഓംലെറ്റ് ഉണ്ടാക്കിയില്ലേ? ഇല്ല, ദോശയും സാമ്പാറും ഉള്ളൂ, വേണേ കഴിക്കും. മണി 10ആയി. നീ ഇപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്? തന്നെ എനിക്ക് 10 പൈസ കമ്മിറ്റ് തന്നിട്ടില്ല. ഇന്നാലും ഗൾഫിന് പോയാലേ 2 ആഴ്ച കഴിഞ്ഞാൽ വരുവുള്ളൂ. എന്റെ പൊന്നപ്പ ഒന്ന് സമാധാനപ്പെട്. 12 മണിക്കല്ലേ അയാൾ പോത്തുള്ളൂ. എടാ, നിനക്ക് അറിയാൻ പാടില്ല, അവനൊരു പ്രത്യേക ടൈപ്പാ. അവന്റെ കാര്യം അത് മാത്രമേ നോക്കത്തുള്ളൂ. ഞാൻ ദേ പോവാ. ആ ശരി ജോയലേ, പിന്നൊരു കാര്യം, എന്താ? കുറച്ച് സംസ്കാരമുള്ളവരായിട്ട് കൂടുന്നത് നല്ലതാ. എന്നാ? ശരി പോവാ. എടാ കഴിച്ചിട്ട് പോടാ. വേണ്ട. എടാ കഴിക്കടാ. വേണ്ട. അവൻ്റെ ഒരു കൂട്ട് ഒറ്റ ഒരുത്തരില്ല കൊള്ളാവുന്ന കൂട്ട്. ആ പറയ്. എടാ മരവാഴ തെണ്ടി, നിന്റെ മൊട്ടയിലെ പരിപാടിയൊക്കെ കളഞ്ഞിട്ട് ക്ലബിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വാങ്ങി. എടാ, നമ്മുടെ ക്ലബിന്റെ അടുത്തുള്ള കുളത്തിലേ ഓമന ചേച്ചി ഇപ്പോഴും കുളി. ഇതേതായി സംസ്കാരമുള്ളവൻ? ബുൾസയാണോ? ഡബിൾ സ്മൈൽ വൺസ് മോർ. ഓക്കെ, വാ ഇനി കേക്ക് മുറിക്കാം. മേക്ക് എ വിഷ്. Happy birthday to you. Happy birthday dear Jenny.
ഹാപ്പി ബർത്ത്ഡേ to you. ഇനി ഒരു സർപ്രൈസ്. കം. ഹംസ ഹംനിത. ഹംസ. കൊറിയൻ താങ്ക്സ് പറഞ്ഞതാ. ഇന്നു മുതൽ നീ ഒരു 2 വീലർ ഓണറാണ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധ, സ്നേഹം, കരുണ, ഏകാഗ്രത. ദീർഘവീക്ഷണം. ആ ആ എന്റെ പൊന്ന് ചോദിച്ച. ആ പിന്നെ നിങ്ങൾ എപ്പോഴും അവളുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഗിഫ്റ്റ് തരാം. കൊടുക്കാൻ മറക്കരുതേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം. പെട്ടെന്ന് വരും മോളെ. ഓക്കെ ഓക്കെ. മോൾ ഇന്ന് കോളേജിൽ പോകണ്ട. ഇന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ ഡീൽ. ഡീൽ. എനിക്കൊരു പ്രോജക്റ്റ് തീർക്കാനുണ്ട്. നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാനത് തീർത്ത് വെക്കാം. ഓക്കെ ഓക്കെ. ശരി, ഇന്നലെ നീ ഒന്നും കണ്ടില്ലല്ലോ കള്ള. ആരുടെത്തെങ്കിലും പറഞ്ഞ കൊന്നു കളയും ഞാൻ. ആദായ വിൽപ്പന തൂക്കിക്കൊടുക്കണേ. ഒരെണ്ണം താഴെ പോയേ, തൂക്കിക്കൊടുക്കണേ. ശരി ഞങ്ങളെ. തീരാൻ പോണേ ഓടി വായോ. എന്നൊക്കെയുണ്ട്? ചാളയുണ്ട്, അയിലുണ്ട്. അയ്യോടോ, നിന്റെ വരവ് കണ്ടപ്പോ ഞാൻ ഓർത്തല്ലോ ഇതിനകത്ത് മുഴുവൻ വെറൈറ്റി മീനാന്ന്. വെറൈറ്റി മീനുകളാ. ചേച്ചി മേടിക്കാൻ പോണ മീനാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോടോ, പൈസ എന്താന്ന് ഞാൻ മീൻ മേടിക്കത്തില്ല. അപ്പൊ എന്നെ കട്ടെടുത്തോണ്ട് ഓടാൻ പോണു. അതല്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. ഈ മീനൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തരുവാണേ. ആ ചാനലിലോട്ട് ഈ മീനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ മീനെയും നിന്നെയും ഞാൻ വൈറലാക്കും. അയ്യോ, എന്റെ ഒരു ഭാഗ്യം. മറ്റേ 20 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലല്ലേ, അതിനകത്ത് വീഡിയോ ഇട്ടിട്ടുള്ള കച്ചവടം എനിക്ക് വേണ്ട. ചേച്ചി, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഫിഷർമാൻ എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. 1 മില്യനാ സബ്സ്ക്രൈബേഴ്സ്. വെറുതെ സത്യം. ഞാൻ ചേച്ചിക്ക് ഒരു ഓഫർ അങ്ങോട്ട് തരാം. ചേച്ചി ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 1 കിലോ മീൻ മേടിക്കുമ്പോഴേ ഞാൻ അതെടുത്ത് യൂട്യൂബ് ചാനലിടും. അതിന്റെ ലിങ്ക് ഞാൻ ചേച്ചിക്ക് അയച്ചു തരും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുതൽ കിട്ടും. അങ്ങനെയെങ്കിൽ ആ ചാനലൊന്ന് അനങ്ങട്ടെ. ഞാൻ ചേച്ചിയുടെ വാട്സാപ്പിൽ ലിങ്ക് ഇട്ടേക്കാം. മീൻ വേണ്ടേ? വേണം. എന്താ വേണ്ടേ? 1 കിലോ ചാള. ചാളയുടെ പേര് പറഞ്ഞാ തോന്നും പെണ്ണാണാൻ വിളിച്ച് പേര് പറഞ്ഞല്ലേ. മീൻ എടുക്കട അങ്ങോട്ട്. ആ കോളടിച്ചല്ലോ. ഇത് കുറവാ. പിന്നെ 1 കിലോക്ക് 1.5 കിലോ മീൻ എങ്ങനെ തരാൻ പറ്റും? പറ്റത്തില്ല. എന്നോട് മാത്രമുള്ള വേർതിരിവ്. 2-3 അങ്ങോട്ട് എടുത്തിട്ടേ. ഇതിപ്പോ 200 രൂപയുടെ മീനിടുക. പിന്നെ ഇങ്ങോട്ടിട്ടെ. കോട്ടിടാനോ? ചുമ്മാ അങ്ങ് നിന്ന് തള്ളിയൊക്കെ 1 മില്യൺ നോക്കാം. അല്ല, നേരായിട്ട് പറഞ്ഞ 1 മില്യൺ ഉണ്ട്. എന്നാ കാലെടുത്ത് കറക്കിയിട്ടതാ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജോ. താങ്ക് യു. ഞാനല്ലേ ആദ്യം വിഷ് ചെയ്തേ. അതെല്ലോ. എന്നാ ശരി, നാളെ കാണാം. ബർത്ത്ഡേ പോയി കിടന്ന് ഉറങ്ങിക്കോ. വെക്കല്ലേ. ഇയാൾ ഡ്രസ് മാറിട്ടോ, ഞാൻ പുറത്തുണ്ട്. നമുക്കൊരു റൈഡ് പോവാം. ഇവിടെ. ഹായ്. ഹായ്. പെട്ടെന്ന്